ഏതായിരുന്നു മോഡല്? ഇത് 2015 മോഡല് കേരള വണ്ടി കേട്ടോ, ഒറിജിനൽ കേരള വണ്ടിയാണ്. തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ്. അത്യാവശ്യം പൈസ ഇറക്കി മോഡിഫൈ ചെയ്തിട്ടുണ്ട്, അലോയ് ചെയ്തിട്ടുണ്ട്, കളർ അപ്പാടെ മാറ്റിയിട്ടുണ്ട്, ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ചെയ്തിട്ടുണ്ട്. വേറെ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, കമ്പനി ഒറിജിനാലിറ്റി വണ്ടിയാണ്. ഒറിജിനൽ വണ്ടി അല്ലേ? ഓക്കെ. 16 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ്. ഇവിടെ മലപ്പുറത്ത് ഇറങ്ങിയ വണ്ടിയാണ്. ഇതൊക്കെ 6 ആണ്. ഇത് 2024 മോഡലാണ്. 24 മോഡല് മാഗ്നറ്റ്. ഇത് പുതിയ വണ്ടി, പിന്നെ ആകെ ചെറിയ 4 മാസം പഴക്കമുള്ളൂ. 4 മാസം പഴക്കമുള്ളൂ. എന്തിനാണോ പുള്ളി എടുത്തത്? 60,000 രൂപ കൊടുക്കാം. 60,000 രൂപ. 60 രൂപയ്ക്കാണ് ഈ വണ്ടി കൊടുക്കാണ്ടിരിക്കുന്നത്. കേരള വണ്ടിയാണോ? ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പോൾസി ഒക്കെ മാറ്റി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അല്ലേ? കിടിലൻ അലോയ് വീലാണ് ഇട്ടിരിക്കുന്നത്. പുറത്ത് നിന്ന് കാണിച്ചു കൊടുത്തേക്ക്. അല്ല, അടിപ്പൻ അലോയ് വീൽ ഇട്ടിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്, എസ്കാഴ്സിലാണ്. എസ്കാഴ്സിന്റെ ഭാവിക്ക. വെൽക്കം ടു അവർ ചാനൽ. അല്ലേ? അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ എസ്കാഴ്സിൽ. മോഡിഫൈഡ് വണ്ടിയുണ്ട്, പ്രീമിയം വണ്ടികളുണ്ട്, സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ. പിന്നെ SUV വണ്ടികളുണ്ട്. തൊട്ടപ്പുറത്താണ് ഷോറൂം വരുന്നത്. അപ്പോൾ ഇവിടെ 2 വണ്ടികളുണ്ട്. ഈ വണ്ടികൾ പരിചയപ്പെട്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വ്യൂസിന്, നമ്മൾ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോഡ്, മഞ്ചേരി ജംഗ്ഷനാണ്. അതായത് മഞ്ചേരിക്ക് പോകുന്ന റോഡാണ് ജംഗ്ഷൻ. പിന്നെ വെള്ളോമ്പറം ഒരു 3/4 കിലോമീറ്റർ ഉള്ള വീട് തന്നെയാണുള്ളത്. വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷോറൂം വരുന്നത്. അപ്പൊ പോളോന്ന് തുടങ്ങിയാലോ ഐശ്വര്യമായിട്ട്? ഏതായിരുന്നു മോഡല്? ഇത് 2015 മോഡല് കേരള വണ്ടി കേട്ടോ, ഒറിജിനൽ കേരള വണ്ടിയാണ്. തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. ഹൈലൈൻ, ഏറ്റവും ടോപ്പ് ആൻഡ് മോഡൽ. ഓക്കെ. GT വേർഷൻ അല്ലല്ലോ? അല്ല, GT അല്ല, ഹൈലൈൻ ആണ്. ഹൈലൈൻ ടോപ്പ് ആൻഡ് മോഡൽ. ഓക്കെ. അപ്പൊ എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,00,000 താഴെയാണ്. ഒന്നിന്റെ താഴെ ഓടി. 90 കിലോമീറ്റർ. ഓണർഷിപ്പ് ഏതാ നടക്കുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ് നടക്കുന്നത്. വണ്ടിയിൽ അത്യാവശ്യം പണം വണ്ടി ഉള്ളതൊക്കെ ഒറിജിനാലിറ്റി ആണ്. ഇതൊന്നുമില്ല, അത് റീപ്ലേസും ഒന്നുമില്ല. കമ്പനി അത്യാവശ്യം പൈസ ഇറക്കി മോഡിഫൈ ചെയ്തിട്ടുണ്ട്, അലോയ് ചെയ്തിട്ടുണ്ട്, കളർ അപ്പാടെ മാറ്റിയിട്ടുണ്ട്. ഇന്റീരിയർ ആണെങ്കിലും അപ്പോൾസി കാര്യങ്ങളൊക്കെ എല്ലാ സംഭവം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് എത്ര ചോദിക്കണ വില? ഇത് നമ്മൾ 5 ലക്ഷം രൂപ ചോദിക്കണത്. ആവശ്യക്കാരൻ വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഒരാൾ വരികയാണെങ്കിൽ നമ്മുടെ വ്യൂസ് വരുമ്പോ കൊടുക്കും. നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതിന് ഫിനാൻസ് കിട്ടും. നമുക്ക് ഏത് ഇയർ 2013 പോലെ മുകളിലേക്ക് എന്തായാലും കിട്ടും. ഫിനാൻസ് ഒരു ആവശ്യക്കാരൻ 5 ലക്ഷം കിട്ടും. ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടും. നല്ല ട്രാക്കുള്ളതാണെങ്കിൽ ഫുൾ ലോൺ കിട്ടും. 0 ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു പോളോ ആണ് ഈ കിടക്കുന്നത്. 0 റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും അല്ലെ? റീപ്ലേസ്മെന്റ് ഇല്ല, ഫ്ലഡ് അല്ല, ആക്സിഡന്റ് അല്ല, കിടിലൻ വണ്ടി അല്ലേ? ഓക്കെ. അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടോളുക. അടുത്തതൊരു മേഴ്സിക്കുട്ടിയാണല്ലോ. ഇത് 2010 മോഡൽ വണ്ടിയാണ്. സ്റ്റേറ്റ് ആണ്. ഇവിടെ NOC എടുത്ത് കൊടുക്കാണ്. ഓക്കെ. ആകെ 70,000 കിലോമീറ്റർ ഓടിട്ടുള്ളൂ. ഇത് 200 ആണ്. പക്ക വണ്ടി. 0 റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ പക്ക വണ്ടിയാണല്ലോ. ഒന്നും കുറ്റം പറയാനുണ്ടാവില്ല. ഇന്ത്യയിലൊക്കെ തുറന്നു നോക്കിയാൽ ഒന്നും പറയാനുണ്ടാവില്ല. എടുക്കുക, ഓടിക്കുക, അത്രേ ഉള്ളൂ. എല്ലാ ഭാഗവും ഒറിജിനാലിറ്റി. എല്ലാ ഭാഗവും ഒറിജിനൽ ആണ്. അപ്പൊ കിലോമീറ്റർ 70,000 സംതിങ് കിലോമീറ്റർ. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മോഡൽ ഏതാ? 2010 ലാസ്റ്റ് വണ്ടി. 2010 NOC എടുത്ത് കൊടുക്കാം. ആരെ പേരില്ല, ചോര പേര് NOC എടുത്ത് കൊടുക്കാം. കിലോമീറ്റർ ചെറിയ പൈസ നമ്പർ ആക്കാൻ പറ്റുള്ളൂ. ഈ ഇയറിൽ നമ്പർ ആക്കുകയാണെങ്കിൽ ഒരു 10-20 റുപ്യനുള്ള നമ്പർ ആക്കും ചെയ്യാം. ആവുമല്ലേ? 2010 മോഡല് 70,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടി. ജെന്യൂൻ കിലോമീറ്റർ ആണ്. റീപ്ലേസ്മെന്റ് ഒറിജിനാലിറ്റി വണ്ടി. ഒന്നും നോക്കണം. ഇഞ്ചനൊക്കെ തുറന്നു നോക്കി ഞങ്ങള് ഞെട്ടും. ഞെട്ടാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് തുറക്കുന്നില്ല. അപ്പൊ ഇത് ഓൺഷിപ്പ് നടക്കുന്നത് ഇപ്പൊ സിംഗിൾ നമ്മൾ മാറുന്ന ആളുകൾക്കേ വരുള്ളൂ. ഓക്കെ. അപ്പൊ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന ലോ കിലോമീറ്റർ ആയിട്ടുള്ള പ്രീമിയം വണ്ടിയാണ്. വില എത്രയാണ്? വില നമ്മള് ഇപ്പൊ ചോദിക്കുന്ന 5,75,000 രൂപ. 5,75 ചോദിക്കണ വിലയല്ലേ? കുറച്ച് തരുന്നതായിരിക്കും. ഇതിന് ഫിനാൻസ് ചെയ്യാൻ പറ്റും. അതർ സ്റ്റേറ്റ് ആണ്. ഇവിടെ നമ്പർ ആയി കഴിഞ്ഞാൽ ലോക്കൽ ഇവിടുന്ന് കിട്ടും. ഷർട്ടുമാരെ ഫിനാൻസ് കിട്ടും അല്ലേ? കുഴപ്പമില്ലാത്ത ആളുകൾക്ക് ഒരു 2-3 കൊടുക്കും. അപ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് ഷോറൂമിലേക്ക് പോവാം. വീഡിയോ റൈസായിട്ടൊന്ന് കട്ട് ചെയ്തോ. അപ്പോൾ ഇവിടെ മേഴ്സിക്കുട്ടി തന്നെ തുടങ്ങാം അല്ലേ? 2012 മോഡൽ ക്ലാസ് 220. ഓക്കെ. ഡീസലാണ്. പിന്നെ 1,00,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്പറായ വണ്ടിയാണ്. ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് നടക്കുന്നത്. ഇതിന് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ജെന്യൂൻ കിലോമീറ്റർ വണ്ടി. ഓക്കെ. അപ്പൊ എത്ര വില? ഇത് നമ്മള് 8,80,000 രൂപ. 7,80,000. സോറി, 7,80,000 രൂപ. 7,80,000 ചോദിക്കുന്നത്. നമ്പറായ വണ്ടി കേട്ടോ. നമ്പറായ വണ്ടിയാണല്ലേ? ഓക്കെ. അപ്പോ ഇത് സി ക്ലാസ് ആണ്. 220 ആണ്. ഇത് നമ്പർ ആയ വണ്ടി ആയതുകൊണ്ട് ഫിനാൻസ് കിട്ടുമല്ലോ. ഫിനാൻസ് ചെയ്യാൻ പറ്റും. എത്ര പേരെ കയറും ഇതിന്?
ഇതിനൊരു 5 ലക്ഷം എന്തായാലും കയറും. 5 ലക്ഷം കയറും കേട്ടോ. ഓക്കെ, അടുത്തതൊരു ഡസ്റ്റർ. ഏതായിരുന്നു മോഡൽ? ഇത് 16 മോഡൽ. വേരിയന്റ് ഏതായിരുന്നു? ഇത് RXL. ആഫ്റ്റർ മാർക്കറ്റ് അലോ ചെയ്തിട്ടുണ്ട്. വേറെ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, കമ്പനി ഒറിജിനാലിറ്റി വണ്ടിയാണ്. ഒറിജിനൽ വണ്ടി അല്ലേ? ഓക്കെ. 16 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഇവിടെ മലപ്പുറത്ത് ഇറങ്ങിയ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 70 സംതിങ് ആണ്. കറക്റ്റ് ആണ് നമുക്കറിയില്ല, ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്യാത്തതുകൊണ്ട്. ഓക്കെ, കസ്റ്റമറിന് വേണമെങ്കിൽ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് ഓൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, വണ്ടി ഇപ്പോൾ വന്നിട്ടുള്ളതുകൊണ്ട് ഹിസ്റ്ററി നമ്മൾ നോക്കിയിട്ടില്ല. അത് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ആയിരുന്നായിരിക്കും കേട്ടോ. അപ്പോൾ വില എത്രയാണ്? വില നമ്മൾ 5,25,000 രൂപ. 1 ടൺ അല്ല, 85 ആണ്. ഓക്കെ, ആവശ്യക്കാരുള്ള വണ്ടിയാണ്. 1 ടൺ ആൾക്കാർക്ക് മോശം എന്നല്ല പറഞ്ഞത്. ആൾക്കാർ കൂടുതൽ ആവശ്യപ്പെടുന്ന സാധനം 85 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഫിനാൻസ് വീഴുമല്ലോ? ഫിനാൻസ് ഇതിന് ഫുൾ എമൗണ്ട് കയറും. ആ വ്യക്തികൾക്കാണ് ലോണ്. വണ്ടി എന്തായാലും കിട്ടുന്നതിനൊക്കെ. വണ്ടി അങ്ങോട്ട് കൊടുക്കാം പൈസ, അങ്ങോട്ട് കൊടുക്കാം അല്ലേ? ബാക്കി കാര്യം ഒരു അടക്കാൻ തയ്യാറാണെങ്കിൽ. നല്ല ട്രാക്ക് ഉണ്ടായിരിക്കണം, നല്ല പ്രൊഫൈൽ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ അടുത്ത വണ്ടി. ബാക്കിൽ വണ്ടി ഉണ്ടോ? ബാക്കിൽ വണ്ടി ഉണ്ട്. ഒരു വ്യത്യാസം ലീവേ ആണല്ലോ. ഇത് 2018 മോഡൽ വണ്ടിയാണ്. 18 മോഡൽ നമ്പറായ വണ്ടിയാണ്. ഇത് അതർ വണ്ടിയായിരുന്നു. അതർ വണ്ടി നമ്പർ ആയതാണ്. ഓക്കെ, GD ഓപ്ഷൻ. 18 GD. അതിലേക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്. ഇതിന് വരുന്ന കമ്പനി വരുന്ന അതേ വീൽ തന്നെ കയറ്റിയ. ഓക്കെ, കമ്പനി വരുന്ന അലോയ് വീൽ തന്നെയാണ് കയറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1 ലക്ഷത്തിന്റെ ഉള്ളിൽ. 1 ലക്ഷത്തിന്റെ ഉള്ളിലാണ് ഓടിയിരിക്കുന്നത്. ജെനുവിനാണല്ലോ അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടിയില്ല. മെയിൻ ഗ്ലാസ് ഇനി മാറിയൊന്നും എനിക്കറിയില്ല. ഉള്ളത് പക്കയാണല്ലേ? മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് 2018 മോഡൽ. 18 ആണല്ലേ? ഓക്കെ, അപ്പോൾ എത്ര ചോദിക്കണ വില? 6 ലക്ഷം രൂപ. 6 ലക്ഷം. ഡീസലോ പെട്രോൾ? ഡീസൽ വണ്ടിയല്ലേ? 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. എല്ലാ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ഉറപ്പായിട്ടും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. നമ്പർ ആയ വണ്ടി ആയതുകൊണ്ട് ഇതിന് ഫിനാൻസ് കിട്ടും. ഫിനാൻസ് ഒക്കെ നിങ്ങളുടെ ട്രാക്ക് അനുസരിച്ചായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ക്രിസ്റ്റ ഉണ്ടല്ലേ? ഇത് 16 G4 MH-ലാണ് കിടക്കുന്നത്. ഇതിപ്പോ MH-ലുള്ളത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഉള്ളത്. നമുക്ക് NOC എടുത്തിട്ട് ഓരോ പേര് കൊടുക്കാം. എത്ര? നമ്മൾ 12,40,000 റുപ്യ ആവശ്യപ്പെടും. 12,40 ആണ് ചോദിക്കുന്നത്. ഓക്കെ, കിലോമീറ്റർ 1 സംതിങ് 1 ചില്ലറ ഓടി ഉണ്ടല്ലേ? ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും മെയിൻ ക്ലാസ് ചില വണ്ടികളൊക്കെ പുറത്തെ വണ്ടിക്ക് റീപ്ലേസ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്താ വെച്ചാൽ ഇന്ന് ഒറിജിനൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇതിന് എന്തെങ്കിലും കളിച്ചതാണെങ്കിൽ വെച്ചിട്ടാ പറഞ്ഞത്. നിലവിൽ കാണുമ്പോൾ ഒക്കെ ഒറിജിനലാണ്. ഗ്ലാസ് റീപ്ലേസ് ചെയ്യുന്ന പറയുന്നത് വലിയ ഇഷ്യൂ ഒന്നും അല്ല. അപ്പൊ പുറത്തെ വണ്ടിക്ക് നമ്മൾ അങ്ങനെ അത്രയും ഗ്യാരണ്ടി ഉള്ള വണ്ടിക്ക് പറയാൻ പറ്റില്ല. നാളെ നമ്മളെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു വന്നിട്ട് ആ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നമുക്കൊരു ഇഷ്യൂ ആവും. ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം. വേറെ ഇഷ്യൂ മെക്കാനിക്കൽ ഇഷ്യൂ ഒന്നുമില്ല. G4-ലാണ് 2016 മോഡൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഫിനാൻസിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്? അതുപോലെ ID പ്രൂഫും ട്രാക്കും റെഡി ആണെങ്കിൽ നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ഇപ്പോൾ പ്രൂഫൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഫിനാൻസ് ഓക്കെ. അപ്പോൾ റെഡി ക്യാഷ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ വണ്ടി കൊണ്ടുപോകാമല്ലോ. ഒരു ID പ്രൂഫ് ആയിട്ട് വന്നാൽ മതി. അപ്പോൾ തന്നെ വണ്ടി കൊണ്ടുപോകാം. നമുക്ക് 1 ലക്ഷത്തിന് എന്താ അടവ് വരും ഒരു 3 വർഷത്തേക്ക് എടുക്കുമ്പോൾ? അത് നമ്മൾ ശരിക്കും ഇപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടനുസരിച്ചാണ് വരിക. അപ്പോൾ നമ്മൾ ഒരു 1 ലാഖ് അടവിടുന്ന ആൾ ഞാൻ പറയാൻ എനിക്ക് 1 വർഷം കൊണ്ട് അടച്ച് തീർക്കാന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് ആകെ വരുന്നത് ഒരു അടവിൽ ഞാൻ പറയുമ്പോൾ 3 വർഷത്തേക്കാണ്. 3 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ സാധനം ഇൻട്രസ്റ്റ് ആയിട്ടനുസരിച്ചാണ് വരിക. ടൈമിങ്ങിനനുസരിച്ച് വരും. 200, 300, 400 അതിന്റെ ബിറ്റ്വീനിലേ വരുള്ളൂ. അത്രയൊക്കെ തന്നെ ആ റേഞ്ചിലേ വരുള്ളൂ. ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു കാര്യം ഇതിനകത്തൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്നാലും നിങ്ങൾക്ക് സംശയം അല്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ വെച്ചാൽ ഇൻട്രസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഒരു നമ്മൾ പറയാം 8% എന്ന് പറഞ്ഞാൽ 800 രൂപ 1 ഇയറിന് ഒരു മന്ത്ലി ഒരു എന്തിനു വരുന്നുണ്ട് 1 ഇയർ ഒരു 1 ലാഖിന് വരുന്നുണ്ട്. അത് കാൽക്കുലേഷൻ ചെയ്തുമ്പോൾ ഒരു കറക്റ്റ് കിട്ടും. 6% ആണെങ്കിൽ 600 രൂപ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 2013 മുതൽ ഫിനാൻസ് കിട്ടും. 2013 മുതൽ മോഡൽ വണ്ടികൾക്ക് ഒരു 3 വർഷമൊക്കെ ഫിനാൻസ് കിട്ടും. 3 വർഷം ചെയ്യാം. മോഡൽ കൂടിയ വണ്ടികൾക്കാണെങ്കിൽ 5 വർഷം വരെ കിട്ടും. 5 അല്ല 6 വരുന്നുണ്ട്. 6, 7 ഒക്കെ കിട്ടും. ഇതൊക്കെ 6 ആണ്. ഇത് 2024 മോഡൽ. 24 മോഡല് മാഗ്നറ്റ്. ഇത് പുതിയ വണ്ടി. പിന്നെ ആകെ ചെറിയ 4 മാസം പഴക്കമുള്ളൂ. 4 മാസം പഴക്കമുള്ളൂ. എന്തിനാണോ പുള്ളി എടുത്തത്? അവർ പുതിയ വണ്ടി എടുത്തിട്ട് എന്താ വെച്ചാൽ ഹൈ റൈഡർ ബുക്ക് ചെയ്തിട്ട് അത് സമയത്തിനാവാതുകൊണ്ട് എടുത്താണല്ലേ. പിന്നെ കുറച്ച് കിട്ടും എന്ന് പറഞ്ഞു. ആ സമയത്ത് കിട്ടിയത്. അപ്പൊ ആ വണ്ടി കിട്ടി. ഇത് ഓക്കെ. അതുകൊണ്ട് മാത്രം മാറ്റിയതാണ്. 100%. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഉള്ളിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടി. ഒന്നും നോക്കാല്ല. പുതിയ വണ്ടി കമ്പനി കൊടുക്കാൻ കൊടുക്കാം. ഓടിയിട്ടുണ്ടോ?
ഇല്ല 9 സംതിങ് 10ന്റെ ഉള്ളിൽ അവർ ഓടി ഓട്ടം ആ സ്പേസിൽ 10-നുള്ളിലാണ് ഓടിയത്. അപ്പൊ പിന്നെ ഇതിന്റെ കണ്ടീഷനും കാര്യങ്ങളും വേറെ പുതിയ വണ്ടി പറയേണ്ട കാര്യം വണ്ടി ഒന്നും നോക്കില്ല. സീറ്റ് കവർ പോലും പൊട്ടിച്ചിട്ടില്ല. പുതിയ വണ്ടി എങ്ങനെ കമ്പനിയിൽ നിന്ന് ഓടിക്കണം അതേമാതിരിക്കുള്ള എല്ലാ ഭാഗങ്ങളും കമ്പനി തരുന്നുണ്ടല്ലേ. ഇത് പെട്രോൾ വണ്ടിയാ? പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇതിന് എന്ത് മൈലേജ് ഉണ്ടാവും? ഒരു 16. ഇപ്പൊ പുതിയ വണ്ടിയല്ലേ, അത്രയൊക്കെ പ്രതീക്ഷ. ഓട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുമെന്നുള്ള നമുക്കറിയാം. കൂടുതലൊക്കെ പറയുന്നത് നിലവിൽ 15-16 ഉള്ളിലൊക്കെ ഉള്ളൂ. അപ്പൊ ചോദിക്കുന്ന വില എത്ര? ഇത് നമ്മള് 8,50,000 റുപ്യ ആവശ്യപ്പെടും. റേറ്റ് ഒന്നും നല്ലൊരു എമൗണ്ട് കുറച്ചിട്ട് ആവശ്യക്കാർക്ക്, പുതിയ വണ്ടി എടുക്കുന്നവർക്ക്. അതെ, പുതിയ വണ്ടി എടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. പുതിയ വണ്ടി എടുക്കുന്നവർക്ക് എടുക്കും ചെയ്യാം. എടുക്കുന്നവർക്ക് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. ബുക്കിങ്ങിന്റെ വെയിറ്റിംഗ് ഇല്ല, വെയിറ്റിംഗ് അങ്ങനത്തെ പ്രശ്നം. എമൗണ്ട് എന്തായാലും നമ്മൾ കുറക്കാനുള്ള പൈസ ഒരു 5 വർഷം 4 വർഷം കഴിഞ്ഞാൽ കുറക്കുന്ന എമൗണ്ട് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ധൈര്യമായിട്ട് വന്ന് എടുക്കാം. ഒന്നും അറിയില്ല, പുതിയ വണ്ടി. അപ്പൊ നമുക്ക് ഈ റോ ഇങ്ങനെ പോവാം അല്ലേ? ഇത് 2012 മോഡലാണ്. 12 മോഡല് X1. ഇത് ഇവിടെ നമ്പറായ വണ്ടിയാണ്. ഓക്കെ. ഇത് നമ്മള് 5 ലക്ഷം റുപ്യ ആവശ്യപ്പെടുന്നുണ്ട്. ആവശ്യക്കാരൻ വന്നാൽ നമ്മൾ കുറച്ച് കൊടുക്കും. ഇത് പെട്രോൾ ഡീസൽ വണ്ടിയാണ്. 5 ആണ്. 2011-12 വണ്ടിയാണ്. 11-12 വണ്ടി. കിലോമീറ്റർ അത് 94,000 കിലോമീറ്റർ ഓടി. 94,000 കിലോമീറ്റർ ഓടിയ. ഓണർഷിപ്പ് തേർഡ് കിടക്കുന്നു. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 5,40,000 രൂപ. 5,40,000 ചോദിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്പറായ വണ്ടി, നമ്പറായ വണ്ടി. അപ്പൊ ഇതിനും ഫിനാൻസ് വീഴുന്നതായിരിക്കും കേട്ടോ. ഫിനാൻസ് കയറും. ഇത് 2016 മോഡല്. ഓക്കെ. പിന്നെ i20. 16 മോഡൽ i20. വേരിയന്റ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. കമ്പനി അലോയി ഒക്കെ വരുന്നത്, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടി. വരുന്നുണ്ട്. ആസ്ട്ര പറഞ്ഞ സാധനം ഏറ്റവും ഫുൾ ഓടി. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ അത് 1,30,000 കിലോമീറ്റർ ഓടി. 1.30 ഓടിയ. പെട്രോൾ ഡീസൽ സിംഗിൾ ഓണർഷിപ്പ്. ഇവിടെ പെരിന്തൽമണ്ണ അഡ്രസ്സുള്ള വണ്ടിയാണ്. അതെ, ഊരി കാണിച്ചു. പെരിന്തൽമണ്ണ അഡ്രസ്സുള്ള വണ്ടിയാണ്. നീറ്റ് വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മെയിൻ ക്ലാസ് മാറി. പിന്നെ ഇത് വേറൊരു വിഷയമുണ്ട്. എന്താണ്? ഇതിന് നമ്മള് മെയിൻ ക്ലാസ് ആണ് കാണുന്നത്. ഇതിന് വല്ല കാര്യങ്ങളോ പുറത്ത് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം വെച്ചാൽ മെയിൻ ക്ലാസ് മാറി വണ്ടി, അതുകൊണ്ട് വീണ്ടും ഞാൻ പറഞ്ഞു. നിലവിൽ ഇതിന് റീപ്ലേസും കാര്യങ്ങളൊന്നും മറ്റുള്ള ഭാഗങ്ങളൊന്നും ഇല്ല. ഇനി കമ്പനി വർക്കുകൾ എന്താ എടുത്തൊന്നും ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടില്ല, ഒന്നും എടുത്തില്ല. ഇത് 16 വണ്ടിയാണ്. ഞാനിത് 5,20,000 റുപ്യ ആവശ്യപ്പെടുന്നുള്ളൂ. 5,20,000 ചോദിക്കുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. 16 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ. അപ്പോൾ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. വണ്ടി ഓടിക്കാനും കാര്യമൊക്കെ ചെയ്യുന്നു. ഇന്ത്യയിലൊക്കെ ഒറിജിനാലിറ്റി ആയിട്ട് ഒന്നും കാണിച്ചില്ല. സീറ്റ് കവർ കമ്പനി വന്ന സീറ്റ് കവറാണ്. ഫിനാൻസ് ചെയ്യുന്ന വണ്ടിയാണ്. ഫിനാൻസ് ഫുൾ എമൗണ്ട് 16 വണ്ടിയല്ലേ, എന്തായാലും ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്തൊരു റിറ്റ്സ്. ഇത് 2016 മോഡൽ ലാസ്റ്റ് റിറ്റ്സ്. നമ്പർ ആയത് അത് പെട്രോൾ ആണ്. നമ്പർ ആയതാണല്ലേ. ഓക്കെ. ഇതും അതർ സ്റ്റേറ്റ് വണ്ടികളാണ് കൂടുതൽ എടുക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഇതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയ വണ്ടികളാണ്. ഓക്കെ. പിന്നെ ഇതിനെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വിൻഡോ സെൻട്രൽ ലോക്ക് കമ്പനി അഡീഷണൽ ആഡ് ചെയ്താണ്. ഇത് LXI വണ്ടിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സെക്കൻഡ് ചാവി എല്ലാം ഉണ്ട് അല്ലേ? 16 മോഡൽ. കിലോമീറ്റർ എത്ര ഉണ്ട്? കിലോമീറ്റർ അത് കറക്റ്റ് നമ്മൾ പറയണ അതിൽ എന്തായാലും ഒരു 80,000-90,000 ഒക്കെ ഉള്ളൂ. മെക്കാനിക്കൽ സൈഡെല്ലാം ക്ലിയർ, ഒന്നും കുഴപ്പമില്ല. മേജർ റീപ്ലേസ്മെന്റ് മേജർ റീഡിയോ ഒന്നും കാര്യമില്ല. ഒന്നുമില്ല. ആക്കെ ഉള്ളതൊക്കെ ഇതാണ്. അപ്പോൾ വില പറഞ്ഞു നമുക്കത് 2,80,000 റുപ്യ കൊടുക്കാം. 2.80 കിലോയിൽ റിച്ച് കിടക്കുന്നത്. 2.80 ചോദിക്കുന്ന വിലയാണല്ലേ? 16 മോഡൽ കേട്ടോ. 16 മോഡലാണ്. പെട്രോൾ ആണ്. ഈ വിൻഡോ സെൻട്രൽ ലോക്ക് റിമോട്ട് ഒക്കെ അഡീഷണൽ ഫിറ്റ് ചെയ്ത വണ്ടിയാണ്. അലവിലൊക്കെ കയറിയ വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്. ലോൺ വേണമെങ്കിൽ നമുക്ക് 3 ലക്ഷം കൊടുക്കാം. 3 ലക്ഷം ലോണും ചെയ്യാൻ പറ്റും. അടുത്തൊരു ഓൾട്ടീസ് കിടപ്പുണ്ടല്ലോ. ഇത് 2009 മോഡൽ വണ്ടിയാണ്. പെട്രോളാ. കേരള വണ്ടിയാണോ? ഒറിജിനൽ കേരള പെട്രോൾ വണ്ടി. ഇത് പുതിയ പേപ്പറാണ്. ഓക്കെ. 2009 വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ഇത് 1 ലക്ഷത്തിന്റെ മേലെ ഓടിയിട്ടുണ്ട്. 1 മേലെ ഓടിയിട്ടുണ്ട്. ടൊയോട്ട വണ്ടിയാകുമ്പോൾ അതൊരു വിഷയം. 1.10 തൊട്ട് ഓടിയിട്ടുണ്ട്. ഓക്കെ. ഓണർഷിപ്പ് ഇത് ഇപ്പൊ നിലവിൽ സിംഗിൾ ഓണറാണ്. വാങ്ങിക്കുന്ന ആള് സെക്കൻഡ് ഓണർ ആവും. അപ്പൊ ചോദിക്കുന്ന വില ഇത് നമ്മള് 2,80,000 റുപ്യ ആവശ്യപ്പെടുന്നുണ്ട്. കുറച്ച് കൊടുക്കാം നമുക്ക്. പുതിയ പേപ്പർ, ഫുള്ള് പുതിയ പേപ്പറാണ് അല്ലേ? ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഒക്കെ പുതിയ ഫ്രഷ് അടിച്ചു കൊടുക്കും. അപ്പൊ 2009 ഫിനാൻസ് കിട്ടൂല, റെഡി ക്യാഷ് എടുക്കേണ്ടി വരും. എടുക്കും അല്ലേ? പലിശ കൂടുതലായിരിക്കും. മാക്സിമം ഇങ്ങനത്തെ വണ്ടി എടുക്കുമ്പോൾ റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായിരിക്കും അല്ലേ? എന്റെ അഭിപ്രായത്തിൽ ലോൺ എടുക്കാനാണ്. EMI അടച്ച് നിങ്ങൾ മുടിയും പക്ക കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ അടുത്ത വണ്ടി എങ്ങനെ പോകണം നമുക്ക്? ഇത് നോക്കിയോളി. ഇത് 2014 Q3. ഓക്കെ. Q3 ആണ്. ഫ്രണ്ടിൽ നിന്ന് എടുത്തു. ഇത് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഓക്കെ. ഇത് നമ്മൾ ആവശ്യക്കാർക്ക് NOC എടുത്ത് കൊടുക്കുന്ന വണ്ടിയാണ്.
ഇതുപോലെ പേര് NOC നമ്മൾ എടുത്തു കൊടുക്കും അല്ലേ? എത്ര കിലോമീറ്റർ ഓടി? 16 മോഡല്. ഇത് 1 ലക്ഷത്തിന്റെ ഉള്ളിലാണ് ഓടിയിട്ടുള്ളത്. 89,000 സംതിങ് ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ഏതാ നടക്കണേ? സിംഗിൾ ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ഇപ്പൊ നിലവിൽ സിംഗിളാ. തട്ടുമുട്ടും എന്തെങ്കിലും പ്രശ്നമില്ല? മേജർ ആയിട്ടൊന്നും നടന്നിട്ടില്ല. മേജർ ആയിട്ടുള്ളൊന്നുമില്ല. ചെറിയ സൈഡ് ഡെന്റുകളും കാര്യങ്ങളൊക്കെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും. വേറെ മേജർ കാര്യങ്ങളൊന്നും വണ്ടി നടന്നിട്ടില്ല. അപ്പൊ വില പറഞ്ഞു. ഇത് നമ്മള് NOCയില് 11 ലക്ഷം റുപ്യക്ക് ലാസ്റ്റ് കൊടുക്കും. 11,50,000 രൂപ ഓരോ പേരിൽ NOC എടുത്തു കൊടുക്കും. 2016 Q3 ഡീസലാട്ടോ. ഡീസലാണ്. എല്ലാവർക്കും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. ആവശ്യക്കാർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. കുഴപ്പമില്ല. ഒരു BMW അങ്ങോട്ട് തിരിഞ്ഞിടപ്പുണ്ടല്ലോ. ഇത് 2008 മോഡൽ 9 രജിസ്റ്ററുള്ള വണ്ടിയാണ്. ഇത് X5 ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ്. ആകെ 70 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഇവിടെ നമ്പർ ആക്കിയിട്ട് ഞാൻ കൊടുക്കണം. 7 ലക്ഷം റുപ്യാണ് ആവശ്യപ്പെടുന്നത്. 7 ലക്ഷം രൂപയാണ് വണ്ടിക്ക് ചോദിക്കുന്നത്. കമ്പനി വണ്ടി കേട്ടോ. ഓടിക്കാനൊക്കെ ജെന്യൂനാണ്. ഒന്നും നോക്കല്ല. ഒരു വസ്തു കിട്ടില്ല. വണ്ടി മെക്കാനിക്കലൊന്നും ഒരു കുഴപ്പമില്ല. ഒക്കെ പക്കയാണ്. 5 ലക്ഷം കൈ തന്നാ കൊടുക്കും. നമ്മള് 7 ലക്ഷം റുപ്യ ഇവിടെ നമ്പർ ആക്കി. സോറി 7 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 100% ഓരോ പേരിൽ നമ്പർ ആക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. കിട്ടില്ല വണ്ടി. നല്ല വണ്ടിയാ. ഒന്നും നോക്കാല്ല. കറക്റ്റ് കിലോമീറ്റർ ആണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇതൊരു 1,80,000 സംതിങ് 70 സംതിങ് കിലോമീറ്റർ. ഓക്കെ. അപ്പോ ക്രൂസ് ഉണ്ടല്ലോ. ക്രൂസ് ഇത് 2012 മോഡൽ വണ്ടിയാണ്. 12 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 90 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 90 ഏറ്റവും ഫുൾ ഓട് ആട്ടോ. ഇതിന്റെ LTZ സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നത് ഇന്ത്യയിലൊക്കെ ഒറിജിനാലിറ്റി ആട്ടോ. പക്ക സാധനം. ഒന്നും നോക്കണ്ട. വണ്ടി ഒരു പ്രീമിയം വണ്ടിയാണ്. ഒരു സീറ്റും കൂടി ഒന്നും ആയിട്ടില്ല. ഡാഷ് ഒക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഒറിജിനലാണ്. ഓക്കെ പൊളി. അപ്പോ കിലോമീറ്റർ എത്ര ഓടിയെന്ന് പറഞ്ഞാൽ? ഇത് കിലോമീറ്റർ 90 സംതിങ്. 1 ലക്ഷത്തിനുള്ളിൽ. ഓണർഷിപ്പ് ഏതാ നടക്കുന്നത്? ഓണർഷിപ്പ് ഇത് കുറച്ച് കൂടുതലുണ്ട്. ആണല്ലേ? ഇതൊരു 6 എങ്ങാനുണ്ട്. 6 ഉണ്ടല്ലേ? ഒരു പിന്നെ വണ്ടികൾ മാറി കളിച്ച ഗൾഫിലെ മാറി എടുത്തല്ലേ? ഓരോരുത്തന്നെ ഒരു 4 പേര് ഓരോ തന്നെ മാറിയിട്ടുണ്ടല്ലേ? ആ ഒരു വർഷത്തിനുള്ളിൽ മാറിയപ്പോൾ ബാക്കി മെക്കാനിക്കൽ സൈഡ് എല്ലാം ക്ലിയർ ആണ്. പക്ക വണ്ടി ജെനുവിൻ. ഒന്നും നോക്കല്ല. ആ ഒരു കിലോമീറ്റർ ഇതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓണർഷിപ്പിന് മാത്രം 12 മോഡലിൽ ഏറ്റവും ഫുൾ ഓട് LTZ. സൺറൂഫ് കാര്യങ്ങൾ എടുത്തിട്ടൊന്ന് മോഡിഫൈ ഒക്കെ ചെയ്യാൻ പറ്റിയ പൊളി വണ്ടിയാണല്ലേ? അപ്പൊ വില പറഞ്ഞു. ഇത് നമ്മള് 2,90,000 രൂപ കൊടുക്കും. 290 ചോദിക്കുന്നത്. ഒരു വലിയ സെഡാനാണ്. 2012 മോഡൽ. ഫിനാൻസ് ഒക്കെ ചെയ്യാൻ പറ്റൂ കേട്ടോ. അത് കമ്പനിയിൽ കിട്ടുന്നുണ്ട്. കമ്പനി ലോൺ കൊടുക്കും. കമ്പനി ലോൺ കൊടുക്കും. ഷെവർലെറ്റ് ആണെങ്കിൽ 1.5 ലക്ഷം റുപ്യൊക്കെ കൊടുക്കാറുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. ഡിസ്കണ്ടിന്യൂഡ് മോഡലാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. ഇത് ഹോണ്ടയുടെ ഇത് CR-V. ഇത് 2009 മോഡൽ വണ്ടിയാണ്. 2009 ആണ്. പുതിയ പേപ്പർ ഒക്കെ ഉണ്ട്. പേപ്പർ ഉണ്ടല്ലേ? ഇത് ഫുൾ ലോഡ് വണ്ടിയാണോ? ഫുൾ ലോഡ് അതിൽ ഇറങ്ങിയാൽ LPG ഇതിലാണ്. LPG ഉണ്ടല്ലേ? LPG ഉള്ള വണ്ടിയാണ്. LPG ഉള്ള വണ്ടി ഇപ്പൊ പ്രശ്നമില്ലല്ലോ, നമുക്ക് വിഷയമൊന്നുമില്ല. ഓക്കെ. സൺറൂഫ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ഇത് 1.5 അങ്ങനത്തെ ഓടി. 1.5 ഓടിയുണ്ട്. ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്നു. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഓക്കെ. ഒറിജിനൽ കേരള വണ്ടിയാണോ? അല്ല, ഇവിടെ നമ്പർ ആയ വണ്ടിയാണല്ലേ? ഓക്കെ. അപ്പൊ വില പറഞ്ഞു 3 ലക്ഷം രൂപ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഓട്ടോമാറ്റിക് ആട്ടോ. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. 3 ലക്ഷമാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അടുത്ത ഒരു സ്വിഫ്റ്റ്. ഇത് 2015-16 വണ്ടിയാണ്. 15-16 വേരിയന്റ് ഏതായിരുന്നു? ഇത് VDI ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ഇത് 1,10,000 കിലോമീറ്റർ അങ്ങനെ ഓടിയിട്ട്. 1.10 ഓടിയുണ്ടല്ലേ? ബാക്കി മെക്കാനിക്കൽ സൈഡ് എല്ലാം മെക്കാനിക്കലൊന്നും കുഴപ്പമില്ല. റീപ്ലേസ്മെന്റ് ഇപ്പൊ നിലവിൽ ഒന്നുമില്ല. അത് പറഞ്ഞ നമ്മൾ ഗ്ലാസിന്റെ കാര്യമൊക്കെ ഇവിടെ മാറ്റി കൊടുത്ത് കണ്ടീഷൻ വരുന്നുണ്ട്. നമ്മൾ മാറ്റുന്നത് ഇതിപ്പോ കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. വേറെ ഇഷ്യൂ ഒന്നുള്ള വണ്ടിയല്ല. 15-16 രജിസ്ട്രേഷൻ വണ്ടി അത്. ഓക്കെ. അപ്പൊ വില പറഞ്ഞു. ഇത് 4,10,000 രൂപ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. 4,10,000 ഫിനാൻസ് കിട്ടും. നല്ല ട്രാക്കുകളാണെങ്കിൽ മാക്സിമം ലോൺ കയറാൻ സാധ്യതയുണ്ട്. സുസുക്കിയുടെ വണ്ടിയല്ലേ? അടുത്തത് പോളോ. ഇത് നമുക്ക് സെന്ററിൽ നിന്ന് തന്നെ പോകണോ അതോ ഇങ്ങനെ പോകണോ? ഇതെടുത്തു പോകാം അല്ലേ? ഓൾട്ടോ. ഇത് 2005 മോഡൽ വണ്ടി. 2005 മോഡൽ വണ്ടി. ടാക്സ് ഒക്കെ പുതിയ അടച്ചു കൊടുക്കുന്ന വണ്ടി. ഓക്കെ. ഇത് ഏതാ? 6. ഇത് സാധാ LX ഉള്ള വണ്ടിയാണ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ് ഇല്ല. പവർ വിൻഡോ ഉണ്ടോ? പവർ വിൻഡോ ഇതിന് ഓൾറെഡി കമ്പനി വരുന്നില്ല. ഓൾട്ടോക്ക് ഇല്ല അല്ലേ? ഓക്കെ. അപ്പോ അങ്ങനെ മിനിമൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആവറേജ് കുഴപ്പമില്ലാത്ത. വേറെ പെയിന്റ് ഒന്നും ഡാമേജ് ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റി തന്നെ നടക്കുന്നുണ്ട്. അപ്പോ കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ നമ്മളിതിൽ ഓർമ്മ ചെറിയ കിലോമീറ്റർ എന്തോ 1 ലക്ഷത്തിനുള്ളിലൊക്കെ എന്തോ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ഇത് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ആയിരിക്കാം. ഓക്കെ. അപ്പൊ വില പറഞ്ഞു. ഇത് നമ്മൾ 60,000 രൂപ കൊടുക്കാം.
60,000 രൂപ. 60 രൂപയ്ക്കാണ് ഈ വണ്ടി കൊടുക്കാണ്ടിരിക്കുന്നത്. ഓടിച്ച് പഠിക്കാനുള്ളവർക്കും സ്റ്റിയറിംഗ് പിടിച്ച് കൈ തെളിയാനുള്ളവർക്കൊക്കെ എടുക്കാം അല്ലേ? നല്ല എ സിയാണ്, നല്ല എ സിയാണ്. അപ്പോൾ തണുത്ത് ഓടിച്ച് പോവാം. 60 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. റിറ്റ്സ് വീണ്ടും ഇത് 2015 മോഡൽ ഡീസൽ VDI. കിലോമീറ്റർ 110 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടും. അപ്പോൾ എത്ര ചോദിക്കണത്? ഇത് നമ്മൾ 3.5 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നുണ്ട്. എന്തേ കുറച്ച് കൊടുക്കാം? 3.5 ആവശ്യപ്പെടുന്നത്. വില കുറച്ച് തരുന്നതായിരിക്കും. എന്തായാലും ഫിനാൻസ് വീഴും. ഫിനാൻസ് ഒക്കെ കയറും കേട്ടോ. അടുത്തൊരു ഇതല്ലേ ഫിയറ്റ് പുണ്ടോ. ഓക്കെ. അപ്പോൾ 2010 മോഡൽ പുണ്ടോ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1 ലക്ഷം കിലോമീറ്റർ എന്താ ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഓടി. ഇന്ത്യയിലൊക്കെ ഒറിജിനാലിറ്റി ആണ്, കുഴപ്പമൊന്നുമില്ല, വൃത്തിയുണ്ട്. പക്ക വണ്ടി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇപ്പോൾ മെയിൻ ഗ്ലാസ് പൊട്ടി കിടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വണ്ടി ബോഡിയും ബോഡിയൊക്കെ പക്കയാണല്ലേ? ഗ്ലാസ് പൊട്ടി ഇഷ്യൂസ് അല്ലാതെ വേറെ വണ്ടികൾക്ക് ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ വണ്ടി എടുത്തിട്ട് അതൊക്കെ ക്ലിയർ ആയിട്ടാണ് ഇടുള്ളൂ അല്ലേ? മെക്കാനിക്കൽ പക്കയാണ്, കുഴപ്പമില്ല. മെക്കാനിക്കലൊക്കെ പക്കയായിരിക്കും. അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ 1 ലക്ഷം രൂപ. 1 ലക്ഷം. എന്തെങ്കിലുമൊക്കെ കുറയോ? എന്തൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചെയ്താ കേട്ടോ. ഇതിന് സർവീസ് അങ്ങനെയൊക്കെ എങ്ങനെയുണ്ട്? കമ്പനി സർവീസ് തരാൻ മാത്രം ഇപ്പൊ ഇവിടെ കമ്പനി ഇല്ല, അതെനിക്ക് മനസ്സിലായി. പാർട്സ് ഒക്കെ കിട്ടുമോ? അതിലൊന്നും കുഴപ്പമില്ല അല്ലേ? ഓക്കെ, അതിനുള്ള വിഷയമൊന്നും ഇല്ലാട്ടോ, ധൈര്യമായിട്ട് എടുക്കാം. ഇത് ഗ്രാൻഡ് ഐറ്റൺ. ഇത് പസാറ്റാണ്. ഇത് പസാറ്റ് 2013 മോഡൽ പസാറ്റ്. ഓക്കെ. ഇത് NOC ആണ്, പുറത്തെ വണ്ടിയാണല്ലേ? ഇത് വേരിയന്റ് ഏതാണ്? വേരിയന്റ് ഇത് ടോപ്പ് എൻഡ് മോഡൽ അല്ല. മിഡ് വേരിയന്റ് ആയിരിക്കും. അതെ. ഓക്കെ. അപ്പോൾ കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ ഇത് 80 ചില്ലാനം കിലോമീറ്റർ. 80 ചില്ലാനം കിലോമീറ്റർ ഓടിയ ഡോക്ടർ യൂസ് വണ്ടിയാണല്ലേ? പുറത്തുള്ള വണ്ടിയല്ലേ ഇത്? പുറത്തെ വണ്ടി. ഇവിടെ നമ്പർ ആയതാണോ? ഇല്ല, അവിടെ NOC എടുത്തിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആയിരിക്കുമല്ലോ? കിലോമീറ്റർ കറക്റ്റ് ആണ്. ഓണർഷിപ്പ് ഏതാ നടക്കുന്നത്? ഓണർഷിപ്പ് ഇപ്പോൾ ഫസ്റ്റിലാണുള്ളത്, ഇനിയിപ്പോൾ മാറുന്ന പേർക്ക് വരുള്ളൂ. ഓക്കെ. എടുക്കുമ്പോൾ സെക്കൻഡ് ഓണർ ആവുന്നുള്ളൂ. ചോദിക്കണ വില എത്ര? നമ്മൾ NOC നമുക്ക് 3,90,000 രൂപ. 390 ആണ് ചോദിക്കുന്നത്. കയ്യിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. റീപ്ലേസ്മെന്റ് ഉണ്ടാവും? ഇല്ല. ഇപ്പം നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ലൊരു കുഴപ്പങ്ങളൊന്നും ഉള്ള വണ്ടിയല്ല കേട്ടോ. അടുത്തത് ഗ്രാൻഡ് ഐറ്റം 2016 മോഡൽ. ഇത് ഇവിടെ നമ്പറായ വണ്ടിയാണ്. ഓക്കെ. ഏതായിരുന്നു വേരിയന്റ്? ഇത് ഏറ്റവും ഫുൾ ഓണല്ല, അലയും ഇതൊക്കെ വരുന്ന വണ്ടിയാണ്. കമ്പനി എയർ ബാഗ് ഒക്കെ ഉള്ള വണ്ടി. ഓക്കെ. മിഡ് വേരിയന്റ് ആണെന്ന് പറയാം. ഫുൾ വേരിയന്റ് അല്ലത്, മിഡ് വേരിയന്റ് ആണ്. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? അത് 1 ലക്ഷത്തിനുള്ളിൽ ഓടിയിട്ടുള്ളൂ. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് നടക്കുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് നടക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ഓണർഷിപ്പ് മാറി. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. വില പറഞ്ഞു? ഇത് നമ്മള് 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയാണ് ഈ ഗ്രാൻഡ് ആയിട്ട് ചോദിക്കുന്നത് കേട്ടോ. അടുത്തൊരു ഹോണ്ട അമേസ് 2018 ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് ഒറിജിനൽ കേരള വണ്ടി അല്ല, ഇത് കർണാടകയാണ്. ആരാണ് ഇവിടുത്തെ ആള് ഓരോ പേര് NOC എടുത്ത് കൊടുക്കുന്നത്. ഓക്കെ. ഇതിപ്പോ കർണാടകയിലാണ് കിടക്കുന്നത്. NOC എടുത്ത് കൊടുക്കണം. ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് ഏതാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഇത് 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ. 40,000 വരെ സർവീസും ചെയ്തിട്ടുണ്ട്. കമ്പനി സർവീസ് ഉണ്ട് ഉണ്ടല്ലേ? ഓക്കെ. ജസ്റ്റ് സർവീസ് ചെയ്യാനായിട്ടുണ്ട്, ചെയ്തിട്ടില്ല. അടുത്ത 10 കിലോമീറ്റർ ആവണല്ലോ. പക്ക വണ്ടി ഒറിജിനാലിറ്റിക്കാരാണ്. ഒന്നും നോക്കാം. ഓട്ടോമാറ്റിക് ആണേ. 18 മോഡൽ. ഓക്കെ. അപ്പോൾ വില നമ്മൾ 6 രൂപ ആവശ്യപ്പെടുന്നുണ്ട്. 6,50,000. 6.50 ചോദിക്കുന്നത്. NOC എടുത്തിട്ടല്ലേ? ഓക്കെ. 6.50 ചോദിക്കുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് നമ്പർ ആവുകയാണെങ്കിൽ ഫിനാൻസും ചെയ്യാൻ പറ്റും. ഫിനാൻസ് ഒന്നും അല്ലേക്കാ, 100% ചെയ്യാം. 18 വണ്ടി ഹോണ്ടയുടെ വണ്ടിയാണ്. അപ്പോൾ മാക്സിമം ഫിനാൻസ് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. പാൻറ് ഇപ്പോൾ കീറി. പിന്നെ എന്താ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ചെറുതായിട്ട് പറഞ്ഞു. മോഡലായത് കുഴപ്പമില്ല, കമ്പനി വിടും. ഇത് 2015 മോഡൽ VXD ആണ്. എത്തിയോസ് ലീവ. ഓക്കെ. ഒറിജിനാലിറ്റിക്കാരനാണ്. കമ്പനി വന്ന 2 ഹെഡ്ലൈറ്റ് ഉണ്ട്, മാറി കൊടുത്ത കുറച്ച് വിളിച്ചുണ്ടാവും അല്ലേ? എല്ലാം ഒറിജിനാലിറ്റിയാണ്. ഇത് കേരള വണ്ടിയെ അല്ല, ഇത് കർണാടകയാണ്. NOC എടുത്തു കൊടുക്കും. ഓക്കെ. ആരെ പേരിലേക്ക് എടുത്തു കൊടുക്കാം. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് കറക്റ്റ് 1,85,000 കിലോമീറ്റർ സർവീസ് ഉണ്ട്. പക്ക വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. ഗ്യാരണ്ടിയാണ്. കമ്പനി വന്ന മാർക്കത്തെ വണ്ടി. ഓക്കെ. വില ഇത് നമ്മള് NOC നമുക്ക് 4,50,000 രൂപ. 4.50 ചോദിക്കുന്നത്. നമ്പർ ആക്കാനുള്ള ഒരു എമൗണ്ട് അവർക്ക് ഒരു 45 രൂപ വരും. വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്ത വണ്ടി വീണ്ടും 13 റിറ്റ്സ് അലോയ് കയറ്റി അടിപൊളി വണ്ടിയാണ്. ഏതായിരുന്നു വേരിയന്റ്? VDI ആണ് വേരിയന്റ്. ഇതിന് ഇവിടെ ക്യാമറ പോലെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അതെ, സ്ക്രാച്ച് ഉണ്ട്. ഗ്ലാസ്
പൊട്ടിയ ഗ്ലാസ് ആണ്. അത് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുമോ? അത് വേണമെങ്കിൽ മാറാം. അത് മാറി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നീട് പറഞ്ഞ ഇതിൽ വലിയ സംഭവമായിട്ടാ പറയാം. ഓക്കെ, ചെറിയ കേസുള്ളൂ. ഇപ്പൊ മാറാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വില അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ സംഭവം എന്താ വെച്ചാലേ ഇവിടെ നമ്മളൊരു പുതിയ എടുത്ത വണ്ടിയായിരുന്നു. പുതിയ എടുത്ത വണ്ടിയാ? കേരള വണ്ടിയാണോ? ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, ഡീസൽ വണ്ടിയാണോ? ഡീസൽ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ കറക്റ്റ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. 1,00,000 മേൾക്ക് എന്തായിട്ട് ഓടിയിട്ടുണ്ട്. 1 മേലെ ഓടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വില എത്രയാ? നമ്മൾ 3,40,000 റുപ്യ ആവശ്യപ്പെടും. 3,40,000 ആവശ്യപ്പെടുന്നത്. വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. എന്തെങ്കിലും ചെയ്യാം. വണ്ടി നല്ല വണ്ടിയായിട്ട് ഒറിജിനാലിറ്റിയാണ്. നൈസ് വണ്ടിയാണ്. പോളിഷ് ചെയ്തൊക്കെ എടുത്താൽ ഈ ഹെഡ്ലൈറ്റുകളൊക്കെ ഉള്ള പ്രശ്നം വേറെ ഒന്നുമില്ല. ഓക്കെ, കവർ വരെ പൊട്ടിക്കാത്ത വണ്ടിയാണ്. കവർ പൊട്ടിച്ചിട്ടില്ല, ഉള്ളിലെ കവറൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അക്ക വണ്ടിയാണ്. ഒരു ഡസ്റ്റർ പറഞ്ഞോ. ഇത് 12 മോഡൽ. 12 മോഡല്. പേരിൻ്റെ ഏതായിരുന്നു? ഇത് ഏറ്റവും ഫുൾ ലോഡാ. ഏറ്റവും ഫുൾ ലോഡ്. ഏറ്റവും ഫുൾ ലോഡ് ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ഇത് 1 സംതിങ് എന്താ ഓടിയിട്ടുണ്ട്. 1 സംതിങ് ആണ് ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിൽ കിടക്കുന്നു. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്താ മെയിൻ ക്ലാസ് എന്തോ മാറിയിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ള വണ്ടിയല്ല. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വില പറഞ്ഞു. ഇത് നമ്മൾ 2,90,000 റുപ്യ. 2,90,000 ചോദിക്കുന്നത്. വില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. ഇത് കേരള വണ്ടിയാണോ? കേരള വണ്ടിയാണോ? ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ഓടി ഇറപ്പുണ്ടല്ലോ, A4. ഇത് 2010 മോഡൽ. പുറം വണ്ടിയാണോ? പുറം വണ്ടിയാണ്. ഇവിടെ നമുക്ക് NOC എടുത്ത് കൊടുക്കാം. 2010 മോഡല്. കിലോമീറ്റർ ഇത് 1,14,000 കിലോമീറ്റർ. 110 ജെന്യൂൻ കിലോമീറ്റർ ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നു. എടുക്കുമ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് ആവും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അടിപൊളി വണ്ടിയാണ്. വില നമ്മളിത് 5,10,000 ആവശ്യപ്പെടുന്നു. കുറച്ച് കൊടുക്കാൻ 5,10 ചോദിക്കുന്നത്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു വ്യത്യാസം കിടപ്പുണ്ടല്ലോ. 2012-13 വണ്ടിയാണ്. 12-13 നമ്പറായ വണ്ടിയാണ്. GD. കിലോമീറ്റർ ഇത് 1,00,000 90 കിലോമീറ്റർ. 90 കിലോമീറ്റർ ഓടി. ഡീസലോ പെട്രോളോ? ഡീസൽ വണ്ടിയാണ് കേട്ടോ. VD. ഓക്കെ, ഓണർഷിപ്പ് ഇത് തേർഡ് ഓണർഷിപ്പിൽ കിടക്കുന്നു. വില പറഞ്ഞോ. ഇത് നമുക്ക് 3,00,000 റുപ്യ ആവശ്യപ്പെടും. 3,00,000 രൂപയാണ് ആവശ്യപ്പെടുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. അടുത്തൊരു ഡിസയർ. ഇത് 2012 മോഡൽ വണ്ടിയാണ്. 12 മോഡല്. പുറം വണ്ടിയാണോ? കേരള ഒറിജിനൽ കേരള വണ്ടി. കോട്ടയം രജിസ്ട്രേഷൻ. ഓക്കെ, ഏതായിരുന്നു വേരിയന്റ്? VD. ഡീസൽ വണ്ടി. ഓക്കെ, അപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,03,000 കിലോമീറ്റർ. 1.3 ഓടിയിരിക്കുന്നത്. ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്നു. അപ്പോൾ വില പറഞ്ഞു. നമ്മൾ 3,25,000 റുപ്യാണ് ആവശ്യപ്പെടുന്നത്. 3,25. നല്ല വണ്ടിയാണ്. ഒറിജിനാലിറ്റിക്കാരാണ്. ചെന്ന് ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് വെച്ചിട്ടുള്ളൂ ചെയ്തിട്ട് ഞാൻ ടയറും കാര്യങ്ങളൊക്കെ ടച്ചപ്പ് ചെയ്താണ് കൊടുക്കുള്ളൂ. നല്ല വണ്ടിയാണ്. ഒന്നും നോക്കാല്ല. ഓക്കെ, അല്ല ഈ സ്ക്രാച്ച് ഒക്കെ അതൊക്കെ ചെയ്ത് കൊടുക്കും. ചെറിയ കേസല്ലുള്ളൂ. ഓക്കെ, വില നമ്മൾ പറഞ്ഞോ. 3,25 വില അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ഇത് 4x4 ആണോ? 4x4 അല്ല, 2 വീൽ ഡ്രൈവിൽ ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ ഏതാ മോഡല്? ഇത് 2013 മോഡൽ അല്ലേ? 13 മോഡല്. കിലോമീറ്റർ ഓടിയുണ്ട്. ഇത് 1.80 അങ്ങനെ ഓടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരനാണോ? അല്ല, പുറത്തെ വണ്ടി. NOC നമ്മൾ എടുത്ത് കൊടുക്കണം. അവരുടെ പേരിൽ NOC എടുത്ത് കൊടുക്കും. കിലോമീറ്റർ 1 മേലെ ഓടിയിട്ടുണ്ട്. 1 നമ്മൾ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ ആണ്. കിലോമീറ്റർ കറക്റ്റാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പുറത്തുനിന്ന് തന്നെ മിക്ക വണ്ടികൾക്ക് മെയിൻ ഗ്ലാസ് പറയുന്നതാണ്. ബാക്കിയൊക്കെ ഒറിജിനൽ. ഓക്കെ, അപ്പോൾ ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്നു. അപ്പോൾ വില നമ്മൾ NOC എടുത്തിട്ട് നമുക്ക് 11,00,000 റുപ്യാണ് ആവശ്യപ്പെടുന്നത്. 11,00,000 എന്തെങ്കിലും കുറച്ച് നമുക്ക് കൊടുക്കാം. കുറച്ച് കൊടുക്കും. 11,00,000 ചോദിക്കുന്നത്. നമ്പർ നമ്മൾ ആക്കാനുള്ള എമൗണ്ട് തരികയാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അടുത്തൊരു XUV 500 ഉണ്ടല്ലോ. XUV 500 2016 ഓട്ടോമാറ്റിക് ആണ്. 2016 ഓട്ടോമാറ്റിക് ആണ്. ഏതാ വേരിയന്റ്? W6 ആണ്. W6 ആണല്ലേ? ഓക്കെ, കേട്ടോ, ഒന്നും നോക്കാല്ല. ഇത് നമ്മുടെ കേരള വണ്ടിയാണോ? ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പോൾസ്റ്റി ഒക്കെ മാറ്റി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അല്ലേ? കിടിലൻ അലോയ് വീലാണ് ഇട്ടിരിക്കുന്നത്. പുറത്ത് നിന്ന് കാണിച്ചു കൊടുത്തേക്ക്. അല്ല, അടിപ്പൻ അലോയ് വീൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മോഡൽ ഏതാ പറഞ്ഞേ? 2016 മോഡൽ. 16 മോഡല്. കിലോമീറ്റർ 1,30,000 കിലോമീറ്റർ ഓടിയിട്ട് 29 സംതിങ് സർവീസ് ഉണ്ട് അല്ലേ? ഓക്കെ, 1.29 വരെ സർവീസ് ഉണ്ട്. അപ്പോൾ ഓണർഷിപ്പ് ഏതാ? മൂന്നാമത്തെ ഓണർഷിപ്പ് ഉണ്ട്. മൂന്നാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. വില പറഞ്ഞു. 8,35,000 രൂപ. 8.35 ചോദിക്കുന്ന വില. വിലയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് ഒക്കെ അടിപൊളി ലൈറ്റ് കേട്ടോ. കത്തുന്ന റിമോട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. എക്സ്ട്രാ ഇതുപോലത്തെ പണികളൊക്കെ ചെയ്ത വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഇത്ര വണ്ടിയാണ് നമുക്ക് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഉള്ള വണ്ടികളാണ്. ഇനി ഏതെങ്കിലും വണ്ടീസ് വരാനുണ്ടോ? വണ്ടികൾ ഒരുപാടുണ്ട്. ഒരുപാട് വരാനുണ്ടല്ലേ? ഇവിടെ ഉള്ള വണ്ടികൾ ഇത്രയാണ്.
നമ്മൾ കൂടുതലും അതർ സ്റ്റേറ്റ് വണ്ടികളാണ് നമുക്ക് അങ്ങനെയൊന്നുമില്ല എല്ലാ വണ്ടിയുടെ അവൈലബിലിറ്റി വണ്ടി നമുക്ക് എടുക്കും അല്ലേ? നമുക്ക് കിട്ടുന്ന വണ്ടി എടുക്കാന്നുള്ളതാണ്. എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടോ? എല്ലാ ഓപ്ഷനും. എടുക്കുന്ന വണ്ടിക്ക് ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാവുന്നുള്ളൂ അല്ലേ? നമുക്ക് വിൽക്കാനുള്ളതല്ലേ? ഓക്കെ, വണ്ടി എടുക്കുന്ന ആൾ പൂർണ്ണമായിട്ട് പോലും നോക്കാന്നുള്ളത് നമ്മളെ ഏറ്റവും വലിയൊരു ഇതാണ്. ഒരു പോയിന്റ് ആണ്. വണ്ടി എടുക്കുന്ന ആൾ വൃത്തിയായിട്ട് നോക്കണം. നമ്മളെ സംഭവം എടുത്തതിന് ശേഷമുള്ള പരാതികൾ നമ്മളൊന്നും പറയാറില്ല. അതെ, പഴയ വണ്ടിയല്ലേ, കാരണം നമുക്ക് ഒന്നും ആരെന്തൊക്കെ ചെയ്തെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വണ്ടി എടുക്കാൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു മെക്കാനിക്കായിട്ട് വന്ന് അല്ലേ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്ത് നമുക്ക് അറിയുന്ന കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാം, അറിയാത്ത കാര്യം നമുക്ക് പറ്റൂല. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഒരിക്കലും പറയാൻ പഴയ വണ്ടിയല്ലേ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ അത്രയും മോഡൽ കൂടിയ വണ്ടികളാണ്, മോഡൽ കൂടിയ വണ്ടി ആയിരിക്കണം. ഇപ്പൊ ഇതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. പ്രശ്നമില്ലല്ലോ. 24 വണ്ടിക്കും 22, 23 പറയാം. ഈ 12, 14, 13 വണ്ടിക്കും നമുക്ക് മെക്കാനിക്കൽ നിലവിലുള്ളതേ പറയാൻ പറ്റുള്ളൂ. പിന്നെ വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും, അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എക്സ്ചേഞ്ച് ഉണ്ട്, ഡെലിവറി ഉണ്ടോ നമുക്ക്? കേരളത്തിൽ എവിടെയാണ് ഡെലിവറി? കേരളത്തിൽ എവിടെ ഡെലിവറി? കേരളത്തിൽ എവിടെ വേണേലും വണ്ടി പർച്ചേസ് ചെയ്യും അല്ലേ? വണ്ടി എടുക്കാം. പിന്നെ ഫിനാൻസ് ഓൾ കേരള ചെയ്യുമോ? അതൊക്കെ റെഡി, അതിനൊന്നും ഇപ്പോൾ പ്രശ്നമില്ല. നമ്മുടെ വണ്ടി പാർട്ടി ജെനുവിൻ ആണെങ്കിൽ ലോണിൻ്റെ വിഷയത്തിലൊന്നും പ്രോബ്ലംസ് ഇല്ല, ഒരു പ്രശ്നമില്ല. കേരളത്തിൽ എല്ലായിടത്തും അപ്പോൾ പരിപാടികളുള്ളതാണ് നമ്മുടെ എസ്കാസ് അല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. വണ്ടികളെല്ലാം വിറ്റ് പോട്ടെ, പുതിയ വണ്ടികൾ വരട്ടെ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഡയറക്റ്റ് വിളിക്കുക. ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാമല്ലോ. എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, രാത്രി വിളിക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.